ലിബറലിസം കൊണ്ടാണ് പോർച്ചുഗീസുകാരൊന്ന് കെട്ടും കെട്ടിയവർ പോയി. 100 കൊല്ലം ഭരിച്ചിട്ട് ഇവിടെ ലിബറലിസം കലക്കാൻ മലബാറിൽ അവർക്ക് കഴിഞ്ഞില്ല. 100 കൊല്ലം കൊണ്ട് കെട്ടും കെട്ടി പാഞ്ഞു. ആര്? പോർച്ചുഗീസുകാർ പാഞ്ഞു. ഗോവയിലേക്ക് പാഞ്ഞു. ഗോവയിൽ അവർ സ്ഥിരപ്രതിഷ്ഠ നേടി. ഇന്ത്യൻ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടാണ് ഗോവ അവരിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ പിടിച്ചെടുക്കണം. നെഹ്റുവിൻ്റെ കാലത്താണ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. ഇവിടെ അവർക്ക് 100 കൊല്ലം മര്യാദയ്ക്ക് പിടിച്ചിക്കാൻ പോലും കഴിഞ്ഞില്ല. അവരെ സംസ്കാരം ഇവിടെ സ്വീകരിച്ചില്ല. അതേ സമയത്ത് ഗോവ നാടിനെ മനസ്സിനെ അവർ കീഴടക്കി. എന്തുകൊണ്ട്? ഈ മുഹമ്മദിയത്തിൻ്റെ തറയുള്ള ഒരു സാഹചര്യം എവിടെ ഇല്ല? ഗോവയില്ല, മലബാറിലുണ്ട്. ഇപ്പം തിരിച്ചു വന്നു. ഇപ്പം പോർച്ചുഗീസുകാരെ നമ്മൾ ഭരിക്കണത്, ഡച്ചുകാരെ നമ്മൾ ഭരിക്കണത്, ഫ്രഞ്ചുകാരെ നമ്മൾ ഭരിക്കണത്. എന്തുകൊണ്ട്? ആ സാഹചര്യം നമ്മൾ നീക്കി. എന്താ കാരണം? തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. മുഹമ്മദിയത്തിൻ്റെ വിജ്ഞാനമാണ് എന്തിനേക്കാളും വലുത് എന്ന തിരിച്ചറിവ് 960 ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് കാരണം. യാതൊരു സംശയം വേണ്ട, ഇതൊക്കെ സത്യമാണ്. ഇവിടെ സഹിക്കാൻ കഴിയാത്തത് ഗോവയിൽ സഹിക്കാൻ പറ്റി. ഇവിടെ നേടാൻ പറ്റാത്തത് ഗോവയിൽ അവർ നേടി. ഗോവ ആ കൾച്ചറിനെയും സ്വീകരിച്ചു. ദി പാരഡൈസ് ഓഫ് ഹഷീഷ് ഏതാ? ഗോവ. കഞ്ചാവിൻ്റെ സ്വർഗ്ഗമാണ് ഗോവ. പാരഡൈസ് ഓഫ് ഹഷീഷ്, ഹഷീഷിൻ്റെ ലോകത്തെ കഞ്ചാവിൻ്റെ സ്വർഗം എന്ന് പറയാവുന്ന ഒരു നാടുണ്ടെങ്കിൽ അതേതാ? LSD, MDM ഇതിൻ്റെയൊക്കെ പണ്ടേയുള്ള അതിന്മേൽ ജീവിക്കുന്ന, മനസ്സിലായില്ലേ? ഞാൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന ഒരു പുസ്തകമുണ്ട്. ഞാനത് 2005 മറ്റോ വായിച്ചാണ് ആ പുസ്തകം. ഒരു കേണലിൻ്റെ മകൻ എഴുതിയതാണ് ആ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. വലിയ പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഗോവയാണ്. ലോകത്തെ എല്ലാ ഹിപ്പികളുടെ കേന്ദ്രം, മനസ്സിലല്ല. അമേരിക്കയിൽ അത് കാലിഫോർണിയയോ ലോസ് ആഞ്ചൽസോ ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ അത് ഗോവയാണ്. ലോസ് ഏഞ്ചൽസ് ആശീഷിൻ്റെ കേന്ദ്രം, ഹിപ്പികളെ കേന്ദ്രമാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അത് ലോസ് ഏഞ്ചൽസാണ്. ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഇബ്ലീസ് എന്നാണ്. ലോസ് ഏഞ്ചൽസ് കൂട് നഷ്ടപ്പെട്ടു പോയ മാലാഖ, അതതിന് അതാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലായോ പറഞ്ഞത്? അപ്പം ആ നാട്ടിൽ ഹിപ്പികളെ സംസ്കാരം ലോസ് ഏഞ്ചൽസിലും കാലിഫോർണിയയിലും വരുന്നതിന് ഒരു സ്വാഭാവികമാണ്. ലോസ് ഏഞ്ചൽസിൽ ഹിപ്പികളെ കേന്ദ്രമാവുക, ആശീഷിൻ്റെ കേന്ദ്രം. പക്ഷേ ഇന്ത്യയിൽ അത് വന്നു. എവിടെ വന്നു? ഗോവയിൽ. എന്തുകൊണ്ട്? ഗോവയെ 500 കൊല്ലം അടിമപ്പെടുത്തി ആര്? പോർച്ചുഗീസുകാർ. കേരളത്തിൽ നോക്കി നടന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ തറണ്ട് മുഹമ്മദിയത്ത്. അതിനോട് മുട്ടിയിരുമി നിൽക്കുന്ന എല്ലാ സംസ്കാരവും ഇവിടെ ഉണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ. അതിനോട് തൊട്ട് നിൽക്കുന്നവർക്കൊക്കെ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട്? അത് പഠിപ്പിഞ്ഞൽ എന്നൊരു സംഗതിയുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ തൊട്ടിലിൽ നിന്നും എല്ലാം എടുത്ത് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന അതിൽ നിന്ന് ആദ്യം കുട്ടി കേൾക്കുന്നത് മുഹമ്മദിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കൂടുതൽ കേൾക്കുന്നതും മുഹമ്മദിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത്താനി ഹവാഹു ഖബ്ല അൻ അരിഫൽ ഹവാ. പ്രേമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുഹമ്മദ് എന്ന ആടുള്ള പ്രേമം എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടി. തിരിച്ചു വരി. അപ്പം ആ അന്ന് അവർക്ക് പരിഷ്കൃത കാലല്ലേ? പറയേ AD 1502 വാസ്കോഡി ഗാമ വരുന്ന കാലത്ത് ഇവിടെ ഉള്ള തെറിച്ച കുടുംബത്തിലെ ആളുകളൊക്കെ നല്ലവരോട് എന്താ പറയുക? നിങ്ങൾ ഈ മൗലൂദ് നടന്നോളി, പഴയ പണ്ടത്തെ പഴഞ്ചൻ. ഇപ്പോൾ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നു. ഇനിയിപ്പോൾ യൂറോപ്പിൻ്റെ സംസ്കാരം വരാൻ പോകും. എന്താ ഇനി ഇവിടെ നടക്കാൻ പോണത്? എല്ലാവർക്കും സ്വാതന്ത്ര്യം. മനസ്സിലായില്ലേ പറഞ്ഞത്? അവരുടെ പെണ്ണുങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുന്നു. തുഹഫത്തുൽ മുജാഹിദീനുള്ള പരാമർശം കുറ്റ. അതിൻ്റെ FIRൽ എഴുതിയതാ. മഖ്ദൂം എഴുതിയ തുഹഫത്തുൽ മുജാഹിദീനിൽ അവരുടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ പെണ്ണുങ്ങളും അങ്ങനെ ഇറങ്ങി നടക്കും. കേരളീയർക്ക് അങ്ങനെ രീതിയില്ല.
ഹിന്ദുവിൻ്റെ പെണ്ണാണെങ്കിലും ക്രിസ്ത്യാനി പെണ്ണാണെങ്കിലും മുസ്ലിമായ പെണ്ണാണെങ്കിലും അവർ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്നു. അതേസമയത്ത് പോർച്ചുഗീസുകാരെ പെണ്ണുങ്ങൾ അർദ്ധനഗ്നകളായി അങ്ങാടിയിൽ നടക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും പിൽക്കാലത്ത് നമ്മളെ പെണ്ണുങ്ങളും അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് പോർച്ചുഗീസുകാരെ കെട്ടുകെട്ടിക്കൽ നിർബന്ധമാണ് എന്നാണ് മഖ്ദൂം എഴുതിയത്. അല്ലാതെ അവർ അന്യമതം കൊണ്ടുവന്നതല്ല. പോർച്ചുഗീസുകാരുടെ മതത്തിലല്ല പ്രശ്നം, അവരുടെ ലിബറലിസത്തിലാണ്. മതം എന്ന് പറഞ്ഞാൽ ആ മതം അടിസ്ഥാനപരമായി അതിൽ എന്ത് വകഭേദം വന്നിട്ടുണ്ടെങ്കിലും AD 52 തോമസ് ശ്ലീഹ കൊണ്ടുവന്നതാണല്ലോ ആ മതം. പിന്നീട് ഏകദേശം 1500 കൊല്ലത്തിനടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ യൂറോപ്പിൽ നിന്ന് വാസ്കോ ഡി ഗാമ വരുന്നത്. അപ്പോൾ ആ മതം ഈ നാടിൻ്റെ മതമായി മാറിയിട്ടുണ്ട്. മതത്തിനിവിടെ പ്രശ്നവും ഇല്ല. പക്ഷേ യൂറോപ്പിൻ്റെ സംസ്കാരം ക്രിസ്തുമത സംസ്കാരമല്ല, അത് ലിബറലിസമാണ്, അത് പൈശാചികതയാണ്. ലിബറലിസം എന്നത് ക്രിസ്തുമത സംസ്കാരമോ ഹൈന്ദവ സംസ്കാരമോ അല്ല, അത് പൈശാചികതയാണ്. അതിനെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് ചില്ലറ ആളുകളെ അവർക്ക് കിട്ടിയുള്ളൂ, കുറഞ്ഞ ആളുകളെ, ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട്? അവരെ ഹാർഡ് ഡിസ്കിൽ എന്ത് കയറി? മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനെ നശിപ്പിക്കാൻ കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. വെട്ടി നുറുക്കി ഭരണിയിലാക്കി എന്ത് ചെയ്തു? ഉപ്പിലിട്ടിട്ടാണ് കൊടുത്തയക്കണത്. ആരെ? കുഞ്ഞാലിമരക്കാരെ പീസാക്കിയിട്ട്. പീസാക്കാനുള്ള യന്ത്രം, പീസാക്കാനുള്ള വെട്ടിമുറിക്കാനുള്ള യന്ത്രം അതേ സെല്ലിൽ കണ്ണിൻ്റെ മുന്നിൽ വെച്ചുണ്ടാക്കി. തിരിഞ്ഞില്ല. ഗോവയിലെ സെല്ലിൽ, ജയിലിൽ കുഞ്ഞാലിമരക്കാർ 4ാമൻ കിടക്കുന്ന സെല്ലിൻ്റെ മുന്നിൽ വെച്ചാണ് കുഞ്ഞാലിമരക്കാരെ വെട്ടിമുറിക്കാനുള്ള ഉപകരണം ഉണ്ടാക്കുന്നത്. ഇതെന്തിനാ ചെയ്ത്? ഇതൊരു സൈക്കോളജിയാണ്. മനസ്സിലായില്ല? ഇത് കണ്ടിട്ടെങ്കിലും ആ മനുഷ്യൻ്റെ മനസ്സ് മാറും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. കുഞ്ഞാലിമരക്കാരെ കൊന്ന് പീസാക്കാനുള്ള ഉപകരണം എവിടുന്ന് ഉണ്ടാക്കുക? സെല്ലിൽ വെച്ച് ദിവസേന ഉണ്ടാക്കുക. അതിൻ്റെ എക്സ്പെർട്ടുകൾ വന്നിട്ട്, അതിൻ്റെ കൊല്ലന്മാരും അതിൻ്റെ ആളുകൾ വന്നിട്ട് ആ സാധനം ആ കാർപ്പൻ്റർമാർ വന്നിട്ട് ഉണ്ടാക്കുക. ഇത് കണ്ണിൻ്റെ മുന്നിൽ കാണുക. ആര്? കുഞ്ഞാലിമരക്കാർ 4ാമൻ ഇത് കാണുക. എന്നിട്ട് അയാളോട് ദിവസം ഉപദേശകന്മാർ വന്ന് പറയുക, ഒന്ന് മനസ്സ് മാറ്റിക്കളാ, ഞങ്ങൾ കൊല്ലൂല. നിങ്ങളെ കൊല്ലാനുള്ള ഉപകരണം ഉണ്ടാക്കണം. അതിൻ്റെ മൂർച്ചങ്ങൾക്ക് മനസ്സിലാക്കണില്ലേ? എത്ര ദിവസം പണി നടക്കുന്നത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ്. ഇതൊരു സൈക്കോളജിയാണ്. നീ ഒരു മൃഗത്തെ അറക്കുമ്പോൾ ആ മൃഗത്തെ അറക്കുന്ന കത്തി മൃഗത്തെ കാണിക്കരുത് എന്ന് പറഞ്ഞിടത്തൊരു സൈക്കോളജി ഉണ്ട്. എന്തുകൊണ്ട്? ആ കത്തി കാണിച്ചാൽ നേരത്തെ തന്നെ അറക്കപ്പെട്ട ഒരു ജീവിയാകും ഈ മൃഗം. നീ അതിനെ പലതവണ അറക്കരുത്, ഒരു തവണ അറക്കാൻ പാടുള്ളൂ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുഞ്ഞാലിമരക്കാരെ കൊല്ലാനുള്ള ഉപകരണം ഈ ജയിലിലെ സെല്ലിൻ്റെ മുന്നിൽ നിന്ന് കുഞ്ഞാലിമരക്കാരെ കണ്ണിൽ വെച്ചിട്ടുണ്ടാക്കുക. അത്രയും പ്രലോഭിപ്പിച്ചു. എന്നിട്ട് മനുഷ്യൻ മാറിയില്ല. എന്തുകൊണ്ട്? അതാനി ഹവാഹു ഖബ്ല. അവരോടൊന്നും പുസ്തകങ്ങളല്ല സംസാരിച്ചത്, മനസ്സാണ്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പുസ്തകമാണ്. അതിനാണ് ഞാൻ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞത്. കറണ്ട് ഓണിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറിപ്പോകാറാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിലുള്ള ഒരു കുട്ടി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഉമ്മക്കും ബാപ്പക്കും ജനിച്ച ഒരു കുട്ടി വളർന്ന് അങ്ങനെ വന്നാൽ ഈ കുട്ടിയെ പിന്നീട് നമ്മൾ എന്തോ ഒരു കാരണവശാൽ അതിന് ദർസ് ചേർത്ത് കിതാബ് പഠിപ്പിച്ചു സങ്കല്പിക്കുക എങ്കിൽ ഈ കുട്ടി പഠിക്കണ ആയത്തും ഹദീസും കമ്മ്യൂണിസത്തിന് ബോൽബലകം ആക്കാനേ ശ്രമിക്കൂ. എന്തുകൊണ്ട്? അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ നേരത്തെ കയറിയത് കമ്മ്യൂണിസമാണ്. ഓരോ ദർസ് കഴിയുമ്പോഴും കുട്ടി പറയാം, എന്നാലും കാറൽ മാർക്സ് മഹാൻ തന്നെയാണെന്ന് പറയാം. അതിനെ മാറ്റങ്ങൾക്ക് കഴിയൂല. അതേമാതിരി കുഞ്ഞാലിമരക്കാരെ തിരിച്ചു മാറ്റാൻ അങ്ങോട്ടും കഴിയൂല. കുഞ്ഞുമാലിമരക്കം പൈസയല്ല, ദാരിമ്യമല്ല, ബാക്കവിയല്ല, ഒരു കവിയല്ല, ഒരു മോമിന മനുഷ്യനാണ്. ഈ കവികളൊക്കെ മാറും, ഈ മനുഷ്യൻ മാറൂല. എന്തുകൊണ്ട്? അതാനി ഹവാഹു ഖബ്ല. അങ്ങനെ വീട്ടിൻ്റെ സാഹചര്യമാണ്. ആ വീട്ടിൻ്റെ സാഹചര്യം ഇന്ന് മലബാറിൽ നിലനിൽക്കുന്നില്ല. അതാ പ്രശ്നം. അപ്പോൾ നമുക്ക് എന്ത് പരിഷ്കാരം വിഷയമാണ്? AI വിഷയമാണ്. ഈ AI കാലഘട്ടത്തിലും ഈ ജാതി പഴഞ്ചൻ വർത്താനം പറയാം. ഈ പഴഞ്ചൻ പുതുഞ്ചൻ എന്ന സംഗതി എന്താ? പഴഞ്ചൻ പുതുഞ്ചൻ എന്ന വാക്കിന് ഒരു അർത്ഥമില്ലല്ലോ, ഒന്നുമില്ല. എൻ്റെ അർത്ഥം അതിനുള്ളത് ചിന്തിക്ക്. ഒന്നും അർത്ഥമില്ല, യാതൊരു അർത്ഥമില്ല.
ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 2030 ആകുമ്പോഴത്തേന് ആദ്യത്തെ സെറ്റ് ആളുകളെ നമ്മൾ ചൊവ്വയിലെത്തിക്കുന്നതാണ് ഇപ്പോൾ എലോൺ മസ്ക് പറയുന്നത് 2030 ആകുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. ഇനി 2080 എന്നൊരു കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികൾക്ക് വൃദ്ധന്മാരായിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ ഈ പ്രഭാഷണം എങ്ങനെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ മുന്നിൽ കേൾക്കാനുള്ളത് ചൊവ്വ എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വയ്യനല്ല എന്നാണ് എങ്കിൽ 1969, 70, 72 വരെയും ചന്ദ്രനിൽ കാല് കുത്തിയതിന് റെക്കോർഡുണ്ട്. ഇന്നിപ്പോൾ ചന്ദ്രനിൽ ചാലോ ചന്തിയോ കുത്തിയ ഒരു റെക്കോർഡ് കാണാനില്ല. അന്നത്തെ വേഗതയിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് 10 മണിക്ക് വാറ്റഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയതിൻ്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ എത്താം? ചന്ദ്രനിൽ. ചൊവ്വയിലെത്തും, ചന്ദ്രനിലെത്തും ചുരുങ്ങിയത്. അന്ന് പോയ ഉപകരണത്തിന് അന്ന് അവർ പോയ ഉപകരണത്തിന് ഈ ടെക്നോളജി ഇല്ല. ഇന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നോളജിയുടെ 10% അന്നത്തെ എന്താ പറയുക ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി എന്ന് പറയുന്ന റോക്കറ്റ് സംവിധാനത്തിന് അന്ന് ലഭ്യമായ ടെക്നോളജി ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയ 10% ടെക്നോളജിയുടെ കരുത്ത് അതിനില്ല. പിന്നെന്തേ പോകാനും? ഇനി അത് നടക്കൂല. പണ്ട് എന്തു നടക്കും? ഇനി അത് നടക്കൂല. ഇനി പോയാലേ പോയി നാട്ടി പറയാൻ പറ്റുള്ളൂ. മറ്റൊന്നും നടക്കൂല. അത് നടക്കൂല. ഇപ്പം എല്ലാവർക്കും തിരിഞ്ഞു. മനസ്സിലായാലും പറഞ്ഞത് എന്നതുപോലെ. അപ്പോൾ ഒരു കാലത്ത് ശാസ്ത്രമെന്ന് വിചാരിച്ചത് ഇക്കാലത്ത് അശാസ്ത്രീയതയും കളവുമാണെന്ന് തെളിയിക്കപ്പെടുക. അതാണ് പുതിയ ശാസ്ത്രീയത. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ആധുനികതാ പരിഷ്കാരം എന്നതിനൊന്നും ഒരവസാനവും ഇല്ല. അപ്പോൾ എവിടെ പ്രശ്നം സംഭവിച്ചത്? അപ്പോൾ ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളും ആധുനിക വെല്ലുവിളികളെ നേരിട്ട് നിങ്ങളിൻ്റെ കൂടല്ലേ. കലാമി എൻ്റെ സംസാരത്തിൻ്റെ ആകത്തുകയാണ് ഇപ്പം ഞാൻ പറയാൻ പോണത്. ഏതൊരു ജനതയും നേരിട്ടത് ആധുനികതയെയും പുതിയ പരിഷ്കാരത്തെയാണ്. അത് ആരാണെങ്കിലും 1111 ജനിക്കുന്ന ഇമാം ഗസാലിയും ആധുനിക പരിഷ്കാരത്തെയാണ് നേരിട്ട്. 632 വഫാത്തായ പുണ്യ റസൂലും ആധുനിക പരിഷ്കാരത്തെയാണ് നേരിട്ടത്. AD 32 ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട സയ്യിദുനാ ഈസായും ആധുനിക പരിഷ്കാരത്തെയാണ് നേരിട്ടത്. BC 1822 വഫാത്തായ സയ്യിദ് ഇബ്രാഹിമും ആധുനിക പരിഷ്കാരത്തെയാണ് നേരിട്ടത്. ഈ ആധുനിക പരിഷ്കാരത്തെ നേരിട്ടാൻ, ഈ തഹദ്ദിയാത്ത് വെല്ലുവിളികൾ നേരിടാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാഹുവസ്ലാഹു, ആ ആയുധം എന്തായിരുന്നു? അവരുടെ ഹൃദയത്തിൽ ഒന്നാം ദിവസം വീരുറച്ച മുഹമ്മദിയത്തിൻ്റെ നൂറാനിയത്ത്. അത് ഇന്ന് നമ്മളെ വീടുകളിൽ ലഭ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ ഡിസ്കിൽ കയറുന്നത് ഇവരൊക്കെ തന്നെയാണ്.